ബി.ജെ.പി 98 സീറ്റുകളിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഘടകകക്ഷിയായ ബി.ഡി. ജെ.എസിനുള്ള സീറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. പ്രിയനൻ്റെ രാഷ്ട്രീയം ഇപ്പോഴും തുടരുന്നുണ്ട്. അല്ല, നോക്കൂ, അതിനെക്കുറിച്ച് ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ. ഇത് ഒരു വളരെ ഒരു സ്ട്രേഞ്ച് ബിഹേവിയറാണ്. ഒരു ഭരണഘടനൻ്റെ മുകളിൽ കൈ വെച്ച് ഒരു ഓത്തെടുത്ത മുഖ്യമന്ത്രി മറന്നുപോയോ? ഒരു ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശം കുട്ടികൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഒരു റൈറ്റ് ടു ഫ്രീ സ്പീച്ച്. പിന്നെ ഒരു ദേശഭക്തി ഗാനം പറയുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കൊരു പ്രോബ്ലം, അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടികൾ ഇൻസ്പയർ ചെയ്യുന്ന പാട്ടുകൾ അവർ പാടും. അതിന് എന്താണ് അദ്ദേഹത്തിനൊരു വിഷമം, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കാര്യം അന്നും പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പറഞ്ഞു, ഈ നാടിൻ്റെ കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ മുഖ്യമന്ത്രി ഇറങ്ങണ്ട. ഈ നാടിൻ്റെ കുട്ടികൾ പാട്ട് പാടുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കേൾക്കണ്ട. പക്ഷെ അവരെ ഭീഷണിപ്പെടുത്താനോ പേടിപ്പിക്കാനോ അവരുടെ കോണ്ടൻറ്റ് മാറ്റാൻ മുഖ്യമന്ത്രിൻ്റെ ശിക്ഷാമന്ത്രി ഒന്നും നോക്കണ്ട. കാരണം അതിന് ബി.ജെ.പി അതിന് എതിർക്കും, ഞങ്ങൾ അതിന് കൃത്യമായി സംരക്ഷിക്കും എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രിയനൻ്റെ രാഷ്ട്രീയം ഇപ്പോഴും തുടരുന്നുണ്ട്. നോക്കൂ, ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ഇന്നിപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടല്ലോ, ഡൽഹിയിൽ നടന്ന ഒരു ബോംബ് എക്സ്പ്ലോഷൻ, ടെറർ അറ്റാക്കും, പിന്നെ ഫരീദാബാദിൽ ഒരു വലിയൊരു ഗൂഢാലോചനയെക്കുറിച്ച് നമ്മുടെ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഏജൻസീസ് എല്ലാം കണ്ടുപിടിച്ചു, അതിനെ ഡിസ്മാൻറ്റിൽ ചെയ്തു. ഇതെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കേണ്ടത് ഒരു കൃത്യമായൊരു കാര്യമാണ്. അത് ഈ നാട്ടിൽ ചില രാഷ്ട്രീയക്കാർ, ഈ ജമാഅത്തെ ഇസ്ലാമിയും SDP പോലെ സംഘടനകളെല്ലാം പിന്തുണയെടുത്ത് രാഷ്ട്രീയം കളിക്കുന്നവർ അപകട രാഷ്ട്രീയമാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ നിലമ്പൂർ ഇലക്ഷനിൽ പറഞ്ഞ കാര്യമാണ് ഇന്ന് കൃത്യമായി റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യരുത്. ഇത് നാടിനും വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ഒരു അപകടമാണ്. ഇവരെല്ലാം ദേശവിരുദ്ധ, ആൻറ്റി ഇന്ത്യ, ആൻറ്റി ഡെമോക്രസി, ആൻറ്റി സെക്യുലറിസം ഫോഴ്സസാണ്. അവരെ പിന്തുണ എടുത്ത് രാഷ്ട്രീയം ചെയ്യുന്നത് ഒരു തെറ്റാണ്. ജനങ്ങളെ ചതിക്കുന്നൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീണന രാഷ്ട്രീയം ചെയ്യുന്നവർ ഇവിടെ സെക്യുലറിസം എന്താണ്, മതേതരത്വം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിക്കരുത്. ഇവിടുത്തെ ജനങ്ങൾ, മലയാളി മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുസും തീരുമാനിക്കും. അവർ ഭരണഘടനയിൽ തെളിച്ച ഒരു സെക്യുലറിസം എന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും SDP പാകിസ്ഥാൻ സഹായിക്കുന്ന ഓർഗനൈസേഷൻസ് വന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു അപകടമാണെന്ന് ഞാൻ കോൺഗ്രസിനും CPM-നോട് പറയുന്നു. ഫരീദാബാദിൽ അടക്കം ഒരു രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് സംശയം ഇല്ല. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പോകുന്നില്ല. പക്ഷേ ഒരു സത്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവരെ ന്യായീകരിക്കാൻ കുറേ രാഷ്ട്രീയക്കാരുണ്ട്. നമ്മൾ പഹൽഗാം ടെറർ അറ്റാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടല്ലോ, കോൺഗ്രസ്സുകാരും CPM-കാരും വലിയ അവരുടെ മുതിർന്ന നേതാക്കന്മാർ അത് ന്യായീകരിക്കാൻ ഇറങ്ങി. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഡൈനസ്റ്റീൻ്റെ മരുമകൻ പറഞ്ഞല്ലോ, ഇത് 370 കാരണമാണ് പഹൽഗാമിൽ ഭീകരവാദം നടക്കുന്നത്. CPM-ൻ്റെ MA ബേബി പറഞ്ഞു, ഇത് പാകിസ്ഥാൻ ടെററിസം അല്ല, ഇതിൻ്റെ കാരണം നമ്മൾ 370 റിപ്പീലാണ്. ഇന്നും കോൺഗ്രസിൻ്റെ ചിദംബരം അതന്നെ പറയുന്നത്. അപ്പോൾ അവർ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിന് എനിക്ക് എൻ്റെ അടുത്ത് തെളിവൊന്നുമില്ല. പക്ഷേ അവർ ചെയ്യുന്നതെല്ലാം, അവർ ചെയ്യുന്ന ദ്രോഹം, അവർ ചെയ്യുന്ന കൊലപാതകങ്ങളെല്ലാം ന്യായീകരിക്കാൻ കോൺഗ്രസും CPM നന്നായി ആദ്യം ഇറങ്ങിയിട്ടുണ്ട്, ഇന്നും ഇറങ്ങുന്നു, ഇനിയും ഇറങ്ങും എന്ന് ഇതിലൊരു വ്യക്തത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ശബരിമല കേസിൽ N. വാസുവിൻ്റെ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നു. ഇനിയിപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും അദ്ദേഹം വരാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതിലൊരു കൃത്യമായ ഫോളോ അപ്പ് BJP-യുടെ ഭാഗത്തു നിന്നും തുടരുകയാണ്. നോക്കൂ, ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്നത് ഇത് കൊള്ളയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു ഇത് വീഴ്ചയാണ്. മുഖ്യമന്ത്രി ഇതിനെ
എന്താണ് ശ്രദ്ധ തിരിക്കാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളൊരു നിർബന്ധം, ഞങ്ങൾ കൃത്യമായി ഗവർണറെ പോയി കണ്ടിട്ടുണ്ട്, ഞങ്ങളൊരു ഹോം മിനിസ്റ്ററിന് ലെറ്റർ അയച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്താണ് ഞങ്ങളുടെ ആവശ്യം? ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. വാസവൻ എന്ന ദേവസ്വം മന്ത്രി രാജിവെക്കണം. ഇതിൻ്റെ കാരണം എന്താണ്? ഈ സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാരിൽ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും പറ്റില്ല. മന്ത്രിൻ്റെയും മുഖ്യമന്ത്രിൻ്റെയും പിന്തുണയും അനുവാദം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു പോട്ടീൻ്റെ കാര്യമോ ഒന്നുമല്ല, ഇത് വാസു ചെയ്ത കാര്യമൊന്നുമല്ല. വാസുവും പോറ്റിയും ഇവരുടെ പിന്നിൽ ആരാണ്? രാഷ്ട്രീയക്കാരാണ്, CPM രാഷ്ട്രീയക്കാരാണ്. CPM രാഷ്ട്രീയക്കാർ ആരാണ്? അത് വാസവനാണോ മുഖ്യമന്ത്രിയാണോ? അതെല്ലാം ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴി നമ്മൾ കണ്ടുപിടിക്കണം. ആ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത് കേരള പോലീസല്ല, അത് ചെയ്യേണ്ടത് സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് എന്താണ്? വാസവൻ രാജിവെക്കണം. ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. അത് പറഞ്ഞു. അത് ഉളുപ്പില്ല, അതില്ലാന്ന് അത് കൃത്യമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കാണാം എന്താ ചെയ്യാൻ. വാസു കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അന്ന് മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് വാസു കമ്മീഷണർ ആയിരുന്ന സമയത്ത് എടുത്തിട്ടുള്ള നടപടികളാണ് അയാളുടെ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പ്രസിഡൻ്റായിരുന്ന എടുത്ത സമയത്തെ നടപടികൾ അതിൽ താൻ തൃപ്തനാണ്, അന്ന് തനിക്ക് സംശയങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഇക്കാര്യത്തിൽ. ഇത് ആരെ വെട്ടിയാക്കാനാണ് ഇവരെല്ലാം പറയുന്നത്? എന്തിനു വേണ്ടിയാണ് ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സർക്കാർ CPM സർക്കാരിൽ ഒരു ഓഫീസർ, ദേവസ്വം ബോർഡാണോ IAS ആണോ IPS ആണോ, മന്ത്രി പറയാണ്ട് ഒരു ഫയലോ ഒരു പേപ്പർ ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്ത് നീങ്ങാൻ അവർക്ക് അനുവാദമില്ല. ആരെ വിഡ്ഢിയാക്കാൻ നോക്കുന്നവർ? ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, CPMൻ്റെ ലീഡേഴ്സ് ഉണ്ടെന്ന് ഒരു സാധാരണ മലയാളിയോട് ചോദിക്കാൻ അവർ പറയും. എന്നിട്ടാണ് ഇവർ വിഡ്ഢിയാക്കാൻ നോക്കുന്നത്, ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും വാസവൻജിയും നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇവരെല്ലാമാണ് ഇതിൻ്റെ പിന്നിൽ, ഗൂഢാലോചനയുടെ പിന്നിൽ. ഇവരാണ് ഇതിനെ പിന്തുണയും സഹായിച്ച് നിൽക്കുന്നത്. ഇതിൽ എനിക്കൊരു സംശയമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇതിനെ തെളിയിക്കാനാണ് ഞാൻ പറയുന്നത് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കേണ്ടത്. അത് അല്ലാണ്ട് കേരള പോലീസിനോട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് കേരള പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി അവരോട് പറയുന്നു വീഴ്ചയാണ്, ഇത് കൊള്ളയല്ല, വീഴ്ചയാണ്, ഇത് കൊള്ളയെന്ന്. ആരോട് പറയുന്നത്? പോലീസോട്. അപ്പോൾ മുഖ്യമന്ത്രിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്യാൻ പോവുമോ? മുഖ്യമന്ത്രി കൊള്ള ചെയ്തു എന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ? ഇല്ല. പിന്നെ അതുകൊണ്ട് ഈ ഒരു ഡ്രാമ, ഈ ഒരു കളി ചെയ്യുന്നത് ജനങ്ങളെ വെടിയാക്കാൻ ഒരു ശ്രമം, അത് BJPക്ക് സമ്മതിക്കില്ല. തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ പ്രതിരോധം വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ ബിജു മുരളീധരനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.